ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞത് കേട്ടോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിച്ചോറ് കഴിച്ചു. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നണത് എനിക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ഓരോന്നായിട്ട് ഇറക്കുമതി ചെയ്യുന്നത്. കണ്ണിൻ്റെ അവിടെ എന്ത് ചോദിച്ചു. അപ്പോൾ ഇന്ന് എനിക്കൊരു പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര കൊതി, വല്ലാത്തൊരാഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന്. പെട്ടെന്ന് ഉദിച്ചതാണ്. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്കെന്തൊരു പൊതിച്ചോറ് കഴിക്കണം. അപ്പം വീട്ടിലുള്ളത് വെച്ചാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പുറത്തൊന്നും ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ചേമ്പ് അത് പിഴുത് മാറ്റി വെച്ചിട്ട് അത് കുറച്ച് ദിവസമായപ്പോൾ അതിൻ്റെ ഇത് നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ നീരെല്ലാം പറ്റി അത് നല്ല പരുവത്തി കിടപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ചൊരു ചാറ് കറി വെക്കണം. പിന്നെ നുത്തോലി മീനുണ്ട്, അത് വെച്ചൊരു പീര വയ്ക്കണം. പിന്നെ അത് ചെറിയ പറ്റിച്ചൊരു കുഴമ്പ് പോലെ വയ്ക്കണം. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം. പിന്നെ പുളിച്ചിക്ക ഇട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പം എന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ പണി നടക്കട്ടെ, പണി ചെയ്യാൻ പോട്ടെ കേട്ടോ. ഞാൻ ഇത് വെച്ചിട്ട് ബാക്കി എല്ലാ പണി ചെയ്തു വെച്ചുകൊണ്ട് നിന്നാൽ അവിടെ തന്നെ നിന്ന് സംസാരിച്ചുകൊണ്ട് അപ്പം ലെന്ത് കൂടും. പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റിങ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ എൻ്റെ പണി ചെയ്യട്ടെ. ചേമ്പ് കണ്ട നല്ല ഉണങ്ങി നീര് പറ്റിയ ചേമ്പ്, പുളിച്ചിക്കയുണ്ട്, പിന്നെ പിണ്ടിയുണ്ട്. പിണ്ടി വാഴപ്പിണ്ടി ഞാൻ അരിഞ്ഞു വെച്ചു. അന്ന് മോളരിഞ്ഞപ്പോൾ ഒരുമാതിരി വല പോലെ. ഇപ്പം ഇന്ന് ഞാൻ അരിഞ്ഞ് വലയെല്ലാം കളഞ്ഞിട്ട്. അപ്പം എൻ്റെ പണി നടക്കട്ടെ. മീനൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തെടുത്ത് കാണിച്ചാൽ കേട്ടോ. ഗൈസ്, എനിക്ക് വെള്ളം താഴ്ചിട്ട് വയ്യായിരുന്നു. അപ്പം ഇവിടെ നാരങ്ങയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുളിച്ചിക്ക നല്ല ടേസ്റ്റ്. ഇഞ്ചി, പഞ്ചസാര, തണുത്ത വെള്ളം മാത്രം മതി. പിന്നെ അത് കുടിക്കട്ടെ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ എല്ലാ പൊതിച്ചോറിനുള്ള ഇല വരെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കറികളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് എടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ പൊതിച്ചോറ് ഞാനത് ചെറിയ സൈസ് ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആവശ്യത്തിന് മാത്രമുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എടുക്കും മുമ്പേ കുറച്ച് ഉപ്പ് വെള്ളം തളിച്ച് വയ്ക്കും. ഇങ്ങനെ ഉപ്പ് വെള്ളം തളിച്ചിട്ട് ചോറ് കൊടുക്കും. അപ്പം ഞാനെല്ലാം ഓരോ സൈഡിലോട്ട് എടുക്കട്ടെ കേട്ടോ. ചോറ് ഈ തവി ചെറുതായിപ്പോയി, ഇത് വേണ്ട, ഈ തവി വേണ്ട, ശരിയാവത്തില്ല ഗൈസ്. ചോറെടുക്കുന്ന തവി തന്നെ. അപ്പം ഞാൻ എടുത്തിട്ട് കാണിച്ചത് ഇതേ. അപ്പം ചോറിൻ്റെ ഈ തവിക്ക് ഞാൻ ചോറിട്ടു. സൈഡിലോട്ട് മുട്ട വറുത്തത്. സ്പീഡ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഹലോ ഗൈസ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ടുള്ള ചോറ് വെച്ച് മുട്ട വെച്ച് ഇതേ ചാറ് കറി, ചേമ്പും കിഴങ്ങ് ചാറ്, പിന്നെ പിണ്ടിത്തോരൻ, സ്പീഡിൽ നിൽക്കുക, പിണ്ടിത്തോരൻ, പിന്നെ നെത്തോലി മീൻകറി ഒരു സൈഡിലോട്ട്. കുറച്ച് വെച്ചാൽ മതി, കുറച്ച് വയ്ക്കുന്നു. നെത്തോലി അവിയൽ, അതൊരു സാധനമാണ്. അപ്പം ഇത്രയാണ് ഇന്ന് എൻ്റെ പൊതിച്ചോറിലുള്ളത്. അപ്പം ഞാൻ മടക്കട്ടെ. എനിക്ക് മടക്കാൻ അത്ര വശമൊന്നുമില്ല, അതാണ് ഞാൻ ചട്ടിച്ചോറിലോട്ടാക്കുന്നത്. എൻ്റെ മടക്കൊക്കെ ഇങ്ങനെയാണ്, ഇലയൊക്കെ പേപ്പർ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ പൊതിച്ചോറ്. പിന്നെ ഇത് കഴിക്കുമ്പം കാണിച്ചു തരാം ഗൈസ് കേട്ടോ. അപ്പം ഗൈസ്, ഞാൻ എൻ്റെ പൊതിച്ചോറ് ഇതേ പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ എടുത്തു. കാരണം അത്രയും സമയം ഞാൻ ഒരു സീരിയൽ കാണുമായിരുന്നു. ആ സമയം എല്ലാം കഴിഞ്ഞ് ഞാൻ ഇതേ എൻ്റെ പൊതിയൊന്ന് നോക്കുകയാണേ. പൊതി നോക്കട്ടെ. പൊതിയാനായിട്ട് അത്ര വലിയ ഇതൊന്നുമില്ല. പൂജ ചെയ്ത് പോണേ. ചൂടുവെള്ളം കമന്നു പോയി, പക്ഷെ സാരമില്ല.
കണ്ട മുട്ട, തോരൻ, ചാറ്, മീൻകറി, മീൻ അവിയൽ, പിന്നെ ഇത് ലിവറിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് ഫ്രൈ ചെയ്തത്. അപ്പം അത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് മാത്രം എനിക്കറിയത്തില്ല. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ സാധിച്ചോളി. മനുഷ്യനാണ്. കൊറോണ വന്ന് അതുപോലെ ഒരു മാരകമായ അസുഖം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് ക്വാറൻറ്റൈൻ കയറേണ്ടതുപോലെ ആവേണ്ടി വന്നാൽ നമുക്ക് ഇതുപോലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഒരു പൊതിച്ചോറ് കഴിക്കാം. തോരൻ എടുക്കട്ടെ, നൊത്തോലി കറി, നൊത്തോലി അവിയൽ, ലിവറിൻ്റെത്, മുട്ട. അപ്പം ഇത് ചമ്മന്തിയില്ല, അച്ചാറുമില്ല. അപ്പം ഇത്രയും എടുത്ത് കൂട്ടി കുഴച്ച് സൂപ്പറായിട്ട് എല്ലാവരെയും കൊതിപ്പിച്ച് കഴിയും. അങ്ങനെ എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ട് ഞാൻ കഴിക്കുമ്പോൾ ആരും പറയരുത് ബാക്കി നിൽക്കണ ഫ്രണ്ടിൽ നിൽക്കണോ കൊടുത്തില്ലെന്ന്. അവർക്കൊക്കെ ഉള്ള പൊതി മാറ്റി വെച്ചിട്ടാണ് എൻ്റെ പൊതിയിൽ ഞാൻ എടുത്തത്. എല്ലാവർക്കും വേണ്ടി ഞാൻ എടുത്തു. ഞാൻ കഴിക്കും. സൂപ്പറാണ് കേട്ടോ. എൻ്റെതായ ഞാൻ വെച്ചെന്ന് പറഞ്ഞാലെല്ലാം അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.